അപ്പം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അപ്പോഴത്തെ ഈ സ്ക്രൂ ആയി. ഓക്കെ, അപ്പോൾ അത്രയും പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിൽ ഹോണൊന്ന് നമ്മൾ ഒന്ന് സെറ്റാക്കാൻ പോകണം കേട്ടോ. നമ്മുടെ ബൈക്കിൽ ഹോണുണ്ട്. അപ്പം നമുക്ക് പഴയ ബൈക്കിലെ ഹോൺ എടുത്ത് നമുക്ക് ഈ പുതിയ ഇതിലേക്ക് വെച്ചേക്കാം. അപ്പം അതും കൊണ്ട് 2 ഹോൺ ഇരിക്കട്ടെ, അപ്പോൾ നല്ല സൗണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പഴയ ബൈക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹോണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് മൊത്തം പൂപ്പലൊക്കെ പിടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഹോൺ ഇരിപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് ഊരി മറ്റേതിൻ്റെ അകത്തും കൂടെ നമുക്ക് പിടിപ്പിക്കാം. അപ്പോഴത്തേക്കും നല്ല സൗണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. ഇതുണ്ട് മൊത്തം പൂപ്പലൊക്കെ ആയി, പിന്നെ ഈ നമ്മുടെ മാറാലയൊക്കെ പിടിച്ച് മൊത്തം ആയി കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് ഈ ഹോൺ എടുത്തിട്ട് ബൈക്കിലോട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ ഹോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹോണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രൂ എല്ലാം കൂടെ കൂട്ടിയാണ് കേട്ടോ നമ്മൾ അഴിച്ചെടുത്തത്. അപ്പോൾ ഇനിയിപ്പം ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ബൈക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഔത്തേലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ 2 കേബിൾ, ഈ പച്ച 2 കേബിളും വിത്തേൽ ഹോണ് ഉള്ള ഇതാണ് കേട്ടോ. ഇതാണ് ഹോണ് ഇതിൻ്റെ. അപ്പം അതിൻ്റെ കേബിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഇത് കണ്ടില്ലേ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ഈ ഒരു സാധനം നമ്മുടെ ഈ ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലഗ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്ത് സെലോട്ടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യുത്തേലും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നേരെ ഈ ഒരു ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടേപ്പ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ടേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഹോണ് നമുക്കിതിവിടെ അങ്ങനെ ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഇവിടെ സ്ക്രൂ ഉണ്ട്. അപ്പം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോഴത്തെ ഈ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹോണ് കയറ്റി ഇങ്ങനെ എങ്ങാനും വെക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഇൻസുലേഷൻ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഹോണ് ഈ ഒരു നമ്മുടെ ക്രാഷ് കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്ക്രൂവിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിങ്ങനെ മുറുക്കി വെച്ചിട്ട് നോക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇതും കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കതെല്ലാം ചെയ്യാം കേട്ടോ. അപ്പം ഇനി ഇവിടെ സ്ക്രൂ ചെയ്ത് നല്ലതായിട്ടൊന്ന് മുറുക്കി സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കേബിളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിതെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇതുത്തെ കുത്താം കേട്ടോ. ഇങ്ങനെ ഒരു ക്ലിപ്പ് എപ്പോഴും വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലാതെ പിരിച്ച് വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനൊരു ക്ലിപ്പ് എപ്പോഴും വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാ കുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് കീ ഓൺ ചെയ്യാം. ഓക്കെ, കീ ഓൺ ചെയ്തു. സൗണ്ട് കേട്ടണം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഷാർട്ടാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ബാറ്ററിയൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഷാർട്ട് ചെയ്ത് മാത്രം ഇങ്ങനെ 2 ഹോണൊക്കെ പിടിപ്പിക്കും വീടുക കേട്ടോ ബൈക്കിനൊക്കെ. അപ്പോൾ മുമ്പേ പിടിപ്പിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയാണ് പിടിപ്പിച്ചിരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ മറ്റേ പഴയ നമ്മുടെ പുതിയ ഹോണിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തിരുന്ന ഹോണിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ പിടിപ്പിച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഈ ഷോക്ക് വർക്കാകുമ്പോഴത്തേക്കും ഈ ഒരു മൽഗാർഡ് ഇവിടുത്തെ വന്ന് തട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചെരിച്ച് വെച്ചു. ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം നമുക്കൊന്ന് ഹോൺ മുമ്പേ കാണിച്ചായിരുന്നു. ആ ഒരു നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സൗണ്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ കീ ഓൺ ചെയ്തു. ഓക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഹോൺ നമ്മുടെ ഈ ഒരു ബൈക്കിന് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹോൺ ഇവിടെ അടിപൊളിയായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി സെലോ ടൈപ്പൊക്കെ ഒട്ടിച്ച് കുറച്ചും കൂടെ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിന് വേറൊരു ചെറിയൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈക്കിൽ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, LED. അപ്പോൾ അതെങ്ങനെ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേബിൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കേബിൾ കയറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അന്ന് നമ്മൾ എടുത്തപ്പോൾ തന്നെ അങ്ങനെ ബൈക്ക് എടുത്തപ്പോൾ തന്നെ അങ്ങനെ ഒരു കേബിൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ചുമ്മാ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്രേക്ക് കൊള്ളിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ ഇതുപോലൊരു ബ്ലൂ ലൈറ്റാണ് കേട്ടോ. അപ്പം രാത്രി ഇവിടെ മൊത്തം വെട്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ കമ്പനിയിൽ കണ്ടു കാണുമായിരിക്കും ഇതിൻ്റെ ആ ഒരു വെട്ടം നിങ്ങൾ. അപ്പോൾ അത്രയും വെട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പകലായതുകൊണ്ടാണ് വലിയ വെട്ടമില്ലാത്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക് കൊള്ളിച്ചിട്ടേക്കാണ്. ഇപ്പോൾ ഞാൻ ബ്രേക്ക് ഒന്ന് മാറ്റി കാണിക്കാം. ഓക്കെ, മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇപ്പം അത് മാറിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ചവിട്ടും മാത്രമേ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ചെറിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ബൈക്കിലും വരും, അതുപോലെ തന്നെ കാറിലും വരും. അതുപോലെ തന്നെ കാറിൽ വേറൊരു അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം. ഇതാ നമ്മളിവിടെ ഒരു പെട്രോൾ എന്നുള്ളൊരു സ്റ്റിക്കർ അടിപൊളി സാധനം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സാധനം. അപ്പോൾ ഇതിന് എത്ര 40 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് ഒട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ കാറിൽ നമ്മൾ ഓരോ അപ്ഡേഷൻ ചെയ്യുന്ന രീതി അതുപോലെ തന്നെ നമ്മൾ ബൈക്കിലും ചെയ്യും. അപ്പോൾ ബൈക്കിൽ ഇനി ചെയ്യുന്നത് നമ്മൾ ബാർ ഹാൻഡിലാകാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ പരിപാടി ചെയ്യണം. പിന്നെ മിറർ നമ്മൾ ബോക്സ് ടൈപ്പ് മിററില്ലേ, ഇങ്ങനെ നേരെ ഇരിക്കുന്നത് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഒക്കെ ടൈപ്പ്, ആ ഒരു ടൈപ്പ് മിറർ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇച്ചിരി മങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മുടെ ഈ ഒരു ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ ബൈക്കിന്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് തീർക്കുമ്പോൾ അടിപൊളി ലുക്കാവും. അപ്പോൾ നമുക്ക് അതെന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടപ്പുറത്താണെന്ന ബെല്ലൈക്കണം അടിച്ച് പൊട്ടിച്ച് കേട്ടോ. അപ്പോൾ ഗൈസ് കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.